79 വർഷങ്ങൾക്ക് മുമ്പാണ് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചതായി കണക്കാക്കപ്പെടുന്ന വിമാന അപകടം സംഭവിച്ചത്. അന്തരിച്ചുപോയ ഇത്തരം വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് പുതിയ തലമുറയിലെങ്കിലും ആളുകൾ ചിന്തിക്കാറുണ്ട്. ചരിത്രബോധമില്ലാത്തവർക്ക് അവരവർ നിൽക്കുന്ന സമൂഹത്തെക്കുറിച്ച് ബോധമുണ്ടാവില്ല. നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക്, ചരിത്രത്തെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് സമൂഹത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിയില്ല. അവർ വേരുകളില്ലാത്ത വൃക്ഷങ്ങൾ പോലെ ദുർബലരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം പഠിക്കുന്നത്, മഹാന്മാരെ കുറിച്ച് അറിയുന്നത്, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചും അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർവഹിച്ച ദൗത്യങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുന്നത് സമകാലിക ഭാരതത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇന്ത്യയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ഇന്നത്തെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ്. നമ്മുടെ രാഷ്ട്രീയ ചരിത്രം, എനിക്ക് മുമ്പ് സഖാവ് പ്രഭാഷ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ ചരിത്രം മഹാത്മാഗാന്ധിയിൽ തുടങ്ങി മഹാത്മാഗാന്ധിയിൽ അവസാനിക്കുന്ന ഒരു ചരിത്രം. സുദീർഘമായ ഗാന്ധിയൻ സമര ചരിത്രത്തിൻ്റെ, അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ഒരു ചരിത്രത്തിൽ ഒരു ചെറിയ പാരഗ്രാഫ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതിൽ തന്നെ ഒന്നോ രണ്ടോ സെന്റൻസ് ഭഗത് സിംഗിനെ കുറിച്ചും സൂര്യസെന്നിനെ കുറിച്ചും ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്തൊന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ ധാരകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തെ ഒരു ഒറ്റമുണ്ടും ധരിച്ചുകൊണ്ട് മുളവടിയും കുത്തിപ്പിടിച്ചുകൊണ്ടൊരു സാധു മനുഷ്യൻ പരാജയപ്പെടുത്തിയതിന്റെ, അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും മാർഗത്തിലൂടെ പരാജയപ്പെടുത്തിയതിന്റെ ഒരു അത്ഭുത കഥ നമ്മൾ ചരിത്രം എന്നതുപോലെ പഠിച്ചിട്ടുണ്ട്. വലിയൊരു മാജിക് എന്നതുപോലെയാണ് ചരിത്രം നമ്മളെ അത് പഠിപ്പിക്കുന്നത്. ലോകത്തൊരിടത്തും സംഭവിച്ചിട്ടില്ലാത്ത വലിയ വിസ്മയം ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു. ചോര പൊടിയാതെ സമാധാനത്തിന്റെ ശാന്തി മന്ത്രങ്ങളിലൂടെ ഇതാ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പഠിച്ചാൽ നമ്മൾ അതല്ല കാണുന്നത്. അതിൻ്റെ സുദീർഘമായ അധ്യായങ്ങളിലൂടെ ഒന്നും കടന്നു പോകാൻ നമുക്ക് യഥാർത്ഥത്തിലാവില്ല. പക്ഷേ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന അതീവ പ്രഭാവശാലിയായ ഒരു നേതാവ് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഒരു വലിയ രാഷ്ട്രീയ ധാര നമ്മുടെ രാജ്യത്ത് അക്കാലത്ത് നിലനിന്നിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം കേവലം അഹിംസയുടെ മാത്രമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. സത്യാഗ്രഹത്തിൻ്റെത് മാത്രമായിരുന്നില്ല എന്ന് തിരിച്ചറിയും. ഞാൻ പറയുന്നത് സത്യാഗ്രഹത്തിന്റെ മാർഗം മോശപ്പെട്ട മാർഗമാണ് എന്ന അർത്ഥത്തിലല്ല, അഹിംസയുടെ മാർഗം തെറ്റായ മാർഗമാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ യാചിച്ചു വാങ്ങേണ്ടതല്ല സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ച, ആയുധം ഉപയോഗിച്ചുകൊണ്ട് നാടിനെ അടിച്ചമർത്തുന്ന ശക്തികൾക്കെതിരെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിച്ച് വാങ്ങിയെടുക്കേണ്ടതാണ് സ്വാതന്ത്ര്യമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടായി. അത് നമ്മൾ ധരിക്കുന്നത് പോലെ ലളിതമായ ഒരു ചരിത്രമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇങ്ങനെ വിശദീകരിച്ചത്. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരു നേതാവായി ഉദയം ചെയ്യുന്നത് 1920 നിസ്സഹകരണ പ്രസ്ഥാനം 1920 കാലഘട്ടത്തിൽ ആരംഭിക്കുമ്പോൾ അദ്ദേഹം ദേശീയ നേതൃനിരയിലേക്ക് വരികയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ നേതാവായി മാറുന്നത്. ഏതാണ്ട് അതേ കാലഘട്ടത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ്. ഏതാനും വർഷങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1919-20 കാലഘട്ടത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ICS ബിരുദം നേടുന്നത്. അദ്ദേഹം 21-ൽ ICS ബിരുദം ഉപേക്ഷിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരും. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യയെമ്പാടും അതിശക്തമായ
ഒരു പ്രക്ഷോഭം, ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം നടന്നുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ അതിവിപുലമായ നിസ്സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രക്ഷോഭം വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. 1921 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം, 1921 അഹമ്മദാബാദിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ മൗലാന ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു പ്രമേയം അവതരിപ്പിക്കും. മൗലാന ഹസ്രത്ത് മൊഹാനി, ഈ പേര് നമ്മൾ മറന്നു പോകരുത്. കാരണം ആ മനുഷ്യനാണ് പൂർണ്ണ സ്വാതന്ത്ര്യം കോൺഗ്രസിന്റെ ലക്ഷ്യമായി അംഗീകരിക്കണമെന്ന ഒരു ആവശ്യം കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ ആദ്യമായി ഉന്നയിക്കുന്നത്. കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു ലക്ഷ്യമായി അംഗീകരിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും സമരമാർഗം സ്വീകരിക്കണമെന്നല്ല പറഞ്ഞത്, അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേക സമ്പ്രദായം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. കോൺഗ്രസിന്റെ ലക്ഷ്യം ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കുക, ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരിക്കണം, പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കണം കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇത് ഒരു പ്രമേയമായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അഹമ്മദാബാദിൽ ചേർന്ന ആ സമ്മേളന വേദിയിൽ മൗലാന ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന മനുഷ്യൻ അവതരിപ്പിക്കുന്നു. പക്ഷേ ആ പ്രമേയം കോൺഗ്രസിൽ പാസ്സാകുന്നില്ല, ദയനീയമായി പരാജയപ്പെട്ടു. എന്താ പരാജയപ്പെടാൻ കാരണം? ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന ഒട്ടുമിക്ക നേതാക്കന്മാരും ആ പ്രമേയത്തിനെതിരെ നിലപാടെടുത്തു. കാരണം പൂർണ്ണ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിന്റെ വിട്ടുപോയി ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് ആകണമെന്ന ആവശ്യം, അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം, അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയാൻ പോലുമുള്ള ഒരു നിലപാട് അന്ന് കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. ഈ ചരിത്രം നമുക്കറിയുമോ? പക്ഷെ ആ നിലപാടുള്ള നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു നേതാജി, പിന്നീട് നേതാജി എന്നറിയപ്പെട്ട സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ ഒരാളായിരുന്നു CR ദാസ്, ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു, അതേപോലുള്ള ആളുകളുണ്ടായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. മൗലാന ഹസ്രത്ത് മൊഹാനി എന്ന ഒരു പേര് ഞാൻ ഇവിടെ പറഞ്ഞു. ആ പേര് ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ പേരാണ്, അല്ലെ? ജന്മം കൊണ്ട് ഇസ്ലാം മത വിശ്വാസിയെ സൂചിപ്പിക്കുന്ന പേരാണ്. ഇന്നൊരു പക്ഷേ ആ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയപ്പെടുന്നവരുടെ ലിസ്റ്റിൽ വരുന്നവരായിരിക്കും. ഈ രാജ്യത്ത് പൗരത്വത്തിന് അവകാശമില്ല എന്ന് വിരൽ ചൂണ്ടി പറയപ്പെടുന്ന ആളുകളിൽ പെടുന്നവരായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ചരിത്രം. ഈ രാജ്യത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ അവകാശമാണ്. സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി ഇന്ത്യ പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ ആദ്യമായി ഉന്നയിച്ചത് ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ആ പ്രമേയം പരാജയപ്പെട്ടെങ്കിലും അങ്ങനെ ഉന്നയിക്കാൻ തയ്യാറായത് അദ്ദേഹം ഒരു ഇടതുപക്ഷ വിശ്വാസിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായിരുന്നു, മൗലാന ഹസ്രത്ത് മൊഹാനി. ഇതാണ് ചരിത്രത്തിന്റെ തലതിരിവെന്ന് പറയുന്നത്. യാദൃശ്ചികമായി ഞാൻ ആ വിഷയം ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അതായിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. 1922 ഫെബ്രുവരി മാസത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. എന്തായിരുന്നു കാരണം? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിന്റെ കാരണം സമരം അക്രമാസക്തമായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചൗരി ചൗര സംഭവവും അതുപോലുള്ള ചില സംഭവങ്ങളും, നമ്മുടെ മലബാറിലുണ്ടായ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. അന്ന് നെഹ്റു അടക്കം, ജവഹർലാൽ നെഹ്റു അടക്കം, സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായി വിമർശിച്ചു. ജനങ്ങൾ സമരവേദിയിലേക്ക് ശക്തമായി കടന്നു വരുമ്പോ, ജനങ്ങൾ സമരത്തിലേക്ക് നിലപാടെടുത്ത് കടന്നു വരുമ്പോ നേതാക്കന്മാർ പുറകോട്ട് പോവുകയാണ്. ഇന്ത്യയെമ്പാടുമുള്ള ജനങ്ങൾ സമരവേദിയിലേക്ക് ആവേശത്തോടു കൂടി കടന്നു വരുമ്പോൾ സമരം നിർത്തിവെക്കുന്നു. ഗാന്ധിജിയുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി അക്കാലത്ത്. അതിനുശേഷം ഏതാണ്ട് കുറേയേറെ വർഷക്കാലത്തോളം ഒരു തണുത്ത കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? 1927-28 കാലയളവ് വരുമ്പോൾ, 1928 എത്തുമ്പോൾ, അതിനിടയ്ക്കുള്ള ചരിത്രത്തിലേക്ക് വിശദമായി ഞാൻ പോകുന്നില്ല. 1928 എത്തുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നു. ആ പ്രമേയം ഒരു ഡൊമീനിയൻ പദവി വേണമെന്ന പ്രമേയമാണ്. ഡൊമീനിയൻ പദവി എന്താണ്? ഡൊമീനിയൻ പദവി സാമന്ത പദവി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യക്ക് ഒരു സാമന്ത രാജ്യം എന്ന പദവി വേണം, സ്വതന്ത്ര രാജ്യം എന്ന പദവിയല്ല. ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഒരു സാമന്ത രാജ്യം എന്ന പദവി വേണം. അത് തന്നെ പേടിച്ചാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു പ്രമേയം ഇന്റർനാഷണൽ കോൺഗ്രസ് ഉന്നയിക്കണമെന്ന, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണമെന്ന പ്രമേയം കോൺഗ്രസിന്റെ സമ്മേളന വേദിയിൽ വരുമ്പോ സുഭാഷ് ചന്ദ്രബോസ് ഒരു ഭേദഗതി കൊണ്ടുവരും. ഒരു ഭേദഗതി. എന്തായിരുന്നു ഭേദഗതി? സുഭാഷിന്റെ ഭേദഗതി ഇതായിരുന്നു: ഡൊമീനിയൻ പദവിയല്ല നമ്മൾ ഉന്നയിക്കേണ്ടത്, പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതാണ്. പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്, സാമന്ത പദവി എന്ന ആവശ്യമല്ല. പക്ഷേ അത് വിജയിക്കുന്നില്ല. 971 വോട്ട് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രമേയത്തിന് കിട്ടുന്നത്. 971 വോട്ട്. 1350 വോട്ട്
ഗാന്ധിജിയുടെ പക്ഷത്തിന്, അതായത് സാമന്ത പദവി മതി എന്ന പക്ഷത്തിന് അനുകൂലമായി 1350 വോട്ട് കിട്ടും. 971 വോട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ഭേദഗതിക്ക് അനുകൂലമായി വരും. ഇത് വലിയ വ്യത്യാസമായി. സുഭാഷ് ചന്ദ്രബോസിന്റെ നിലപാടിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് കോൺഗ്രസിന് ലക്ഷ്യമായി അംഗീകരിക്കണം എന്ന നിലപാടിന് അനുകൂലമായി കോൺഗ്രസിൽ ഒരു വലിയ പക്ഷം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഒരു ഇടതുപക്ഷം കോൺഗ്രസിനുള്ളിൽ ശക്തിപ്പെട്ടു വന്നിരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള നേതാക്കന്മാരുടെ ശക്തമായ ഇടപെടലുകളിലൂടെ കോൺഗ്രസിൽ ഒരു ഇടതുപക്ഷം ഒരു പതിറ്റാണ്ടോടുകൂടി രൂപപ്പെട്ടു വന്നിരിക്കുന്നു. 1928 ഈ സംഭവം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത വർഷം 1929 ആയപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ 1929 ഡിസംബർ മാസം 31 തീയതി ചേർന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു തന്നെ പ്രമേയം അവതരിപ്പിക്കും. പൂർണ്ണ സ്വാതന്ത്ര്യം കോൺഗ്രസ് ലക്ഷ്യമായി അംഗീകരിക്കുന്നു എന്ന പ്രമേയം അവതരിപ്പിക്കും. അത് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യകണ്ഠേന കോൺഗ്രസ് പാസ്സാക്കും. അങ്ങനെ ഒരു പ്രമേയം ഗാന്ധിയൻ പക്ഷത്തു നിന്നും അവതരിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ പക്ഷത്തു നിന്നും അങ്ങനെ ഒരു പ്രമേയം ഉണ്ടാകുകയും ആ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കപ്പെടുകയും ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് ഗാന്ധിയൻ പക്ഷം അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് 1930 ജനുവരി 26 പതാക ഉയർത്തുവാനും റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കാനും കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അങ്ങനെ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി നമ്മൾ ഇന്നും ആഘോഷിക്കാൻ തീരുമാനിച്ചു. അന്ന് മുതൽ തുടങ്ങിയ പരിപാടിയാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ദേശീയ പ്രസ്ഥാനത്തിലെ ആ റോൾ പ്രവർത്തിക്കുന്നത് ഈ വിധത്തിലാണ്. 1930, 31, 32, 34 ഈ കാലഘട്ടത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നമുക്കറിയാം. ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം നടക്കുന്നത് ആ സമയത്താണ്. 30 ചന്ദ്രശേഖർ ആസാദിന്റെ രക്തസാക്ഷിത്വം ആ സമയത്താണ്. ഒരുപാട് സംഭവ വികാസങ്ങൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം ആ സമയത്താണ്. അതേപോലെ ഇന്ത്യയെമ്പാടും അതിശക്തമായ ജനകീയ പ്രക്ഷോഭം വളർന്നു വന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിന് കീഴിൽ തീവ്രവാദികളെന്നോ മിതവാദികളെന്നോ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഭേദമില്ലാതെ മുഴുവൻ ആളുകളും ഒരുമിച്ച് അണിനിരന്ന് ഇന്ത്യൻ ജനതയെ ഒന്നാകെ അണിനിരന്നുകൊണ്ടുള്ള വലിയ മുന്നേറ്റമായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം മാറുകയാണ്. 1934 ആയപ്പോഴേക്കും പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും നിർത്തിവെക്കുന്നു. അന്നും പറഞ്ഞത് സമരം അക്രമാസക്തമായി എന്ന ഒരു കാരണമാണ് പറഞ്ഞത്. അതിശക്തമായ വിമർശനം അന്നും ഉണ്ടായി. വളരെയേറെ വിമർശനം ഉണ്ടായി. സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള നേതാക്കന്മാർ ശക്തമായി വിമർശിച്ചു. സുഭാഷ് വിശേഷിച്ചും ശക്തമായ വിമർശനം ഉന്നയിച്ചു. 1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനേക്കാൾ നാണംകെട്ട പിൻവലിക്കലാണ് 34 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതെന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അന്ന് പറഞ്ഞത്. ജനങ്ങൾ സമരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ നേതാക്കന്മാർ പിന്നോക്കം പോകുന്നു. ജനങ്ങൾ മുന്നേറുമ്പോൾ നേതാക്കന്മാർ പുറകിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നു. ജനങ്ങളെ പ്രക്ഷോഭരംഗത്തേക്ക് കടന്നു വരാൻ അനുവദിക്കുന്നില്ല. ജനങ്ങളെ കട്ടിഴ്ച വിടാൻ തയ്യാറാകണം. ജനങ്ങൾ മുന്നോട്ട് വരുവാനും ജനങ്ങൾ സമരമേറ്റെടുക്കാനും തയ്യാറാകുമ്പോൾ ജാതിക്കും മതത്തിനും അതീതമായി ജനങ്ങൾ ഒരു പുതിയ ശക്തിയായി വളർന്നു വരുമ്പോഴാണ് രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ തിന്മകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് പുതിയൊരു ശക്തിയായി വളർന്നു വരാൻ കഴിയുന്നത്. ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് ചൂണ്ടിക്കാണിച്ച കാലത്ത്. പക്ഷെ ഒന്നിനും അനുവദിക്കില്ല നേതൃത്വം. ഇതായിരുന്നു സ്ഥിതി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇനിയും പോകുന്നില്ല. 1935 ആയപ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ ഒരു പുതിയ ഭരണപരിഷ്കാരം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിലെ 15 പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുന്നത്. പ്രവിശ്യ ഗവൺമെന്റുകൾ 15ഓളം പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. ആ പ്രവിശ്യകളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയം വേറൊരു ഗതിയിലേക്ക് വരികയാണ്. 1936 ആയപ്പോഴേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു ദുരന്തം സംഭവിക്കും. ഞാൻ ദുരന്തം എന്നത് ഇത്തിരി തമാശാക്കി പറഞ്ഞതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക. 1936 വീര സവർക്കർ എന്ന് പറയുന്ന വിനായക ദാമോദര സവർക്കർ സർവ്വ ഉപാധികൾ മാറ്റിവെച്ച് പൂർണ്ണ സ്വതന്ത്രനായി ജയിലിൽ നിന്ന് മോചിതനാകുന്നത്. അതുവരെ അദ്ദേഹം രത്നഗിരി ജില്ലയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഒരു സംഘടനയുടെയും ഉത്തരവാദിത്തങ്ങൾ ചുമതല വഹിക്കാൻ പാടില്ല. പൊതു പ്രസ്താവനകൾ നടത്താൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് ഉപാധികൾ അദ്ദേഹത്തിന് മേലുണ്ടായിരുന്നു. 36 ആയപ്പോഴേക്കും അദ്ദേഹത്തെ അതിൽ നിന്ന് സ്വതന്ത്രനാക്കി. 1937 ആയപ്പോൾ വിനായക ദാമോദര വി ഡി സവർക്കർ അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുക്കും. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതിന്റെ തൊട്ടടുത്ത വർഷം
അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു. സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന അഹമ്മദാബാദിലോ അലഹബാദിലോ നടക്കുന്ന ഒരു വലിയ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇതാണ്: ഇന്ത്യ ഒരു ദേശീയതയാണ് എന്നാണ് നമ്മുടെ ദേശീയ നേതാക്കന്മാർ, ഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാരൊക്കെ ഇന്ത്യ ഒരു ദേശീയതയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇത് ഒരു ദേശീയതയല്ല, പിന്നെയോ രണ്ട് ദേശീയതയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് ദേശീയതയാണ്: ഹിന്ദു ദേശീയത, ഇസ്ലാം ദേശീയത. ഈ രണ്ട് ദേശീയതകളും ഒരുമിച്ച് പോവില്ല. ഇത് പറഞ്ഞത് 1937 ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. 1923 ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റൊക്കെ ആകുന്നതിന് മുമ്പ് അദ്ദേഹം തടവിലായിരിക്കുന്ന സമയത്ത് 1923 ഹിന്ദുത്വ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം രചിക്കുന്നത്. 1923 ആ എസൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിലും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഇന്ത്യ ഒരു ദേശീയതയല്ല. ഇന്ത്യ മുസ്ലിങ്ങളെ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമല്ല, അവർ മറ്റു വേറൊരു ദേശീയതയാണ്, ഇന്ത്യയുടെ ഭാഗമാക്കാൻ പാടില്ല, അവരെ പുറത്താക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഞാനിത് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ഇന്ന് ഈ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ്. അന്ന് ഈ പ്രസ്താവനകൾക്കും ഇതിനൊന്നും വലിയ പ്രാധാന്യം ആളുകൾ കൊടുത്തിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന മറ്റു ചില കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് പറയുന്നതിന്റെ പ്രാധാന്യം പിടികിട്ടും. 1928 ആയപ്പോഴേക്കും ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളന സ്ഥലത്ത് വെച്ച് സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കും. സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ഒരുതരം മെരുങ്ങാത്ത ആളായിരുന്നു കോൺഗ്രസിലെ തലപ്പത്ത് നിൽക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വഴക്കമില്ലാതെ നിൽക്കുന്ന കടംപിടുത്തക്കാരനായ, ആദർശങ്ങളിൽ വലിയ ശാഠ്യമുള്ള ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷിനെ മെരുക്കിയെടുക്കണം. 1921 സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന സുഭാഷ് ചന്ദ്രബോസ് അന്ന് മുതൽ അതിശക്തമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കൽക്കട്ട കോർപ്പറേഷന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. AITUCയുടെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC അതിന്റെ പ്രസിഡന്റായി നിരവധി വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സേവാദൾ എന്ന് പറയുന്ന വോളണ്ടിയർ സേന അദ്ദേഹം രൂപീകരിച്ച് അതിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ, വിവിധ നിരകളിൽ അദ്ദേഹം പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ശേഷി തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല. കാരണം സുഭാഷ് ചന്ദ്രബോസിനെ പോലൊരാളെ ഉൾക്കൊള്ളുക അത്ര എളുപ്പമായിരുന്നില്ല കോൺഗ്രസിന്. 38 ആയപ്പോഴേക്കും അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു. കാരണം ചില സ്ഥാനങ്ങളൊക്കെ, പദവികളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ആളുകൾ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ പ്രസിഡന്റാക്കി. അങ്ങനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസ് ഒരു വർഷക്കാലം കൊണ്ട് കോൺഗ്രസിന്റെ മുഖം തന്നെ മാറ്റി. ശക്തമായ ഒരു പ്രക്ഷോഭ പ്രസ്ഥാനമാക്കി കോൺഗ്രസിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഇന്ത്യൻ മുതലാളി വർഗത്തെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം തൊഴിലാളികളുടെ സമ്മേളനത്തിൽ ചെന്നിട്ട് തൊഴിലാളികളുടെ വിമോചനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഖരഗ്പൂരിലെ തൊഴിലാളികളുടെ സമ്മേളനത്തിൽ ചെന്നിട്ട് തൊഴിലാളികളുടെ വിമോചനത്തിന് വേണ്ടി പ്രസംഗിക്കുന്നു. സോഷ്യലിസത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നു. നമ്മളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടില്ല. അതിനും അപ്പുറത്തേക്കുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ പോരാട്ടം എന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രബോസിനെ നമ്മുടെ രാജ്യത്തെ മുതലാളിമാർക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. സ്ത്രീകളുടെ വിമോചനത്തെ കുറിച്ച് പറയുന്നു, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്. അങ്ങനെ സമഗ്രമായ ഒരു രാഷ്ട്രീയ വിമോചനത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യയിലെ യാഥാസ്ഥിതികരായ നേതാക്കന്മാർക്ക്, ഇന്ത്യയിലെ മുതലാളിമാർക്ക് അത്ര പിടിക്കാത്ത ഒരാളായിരുന്നു. അങ്ങനെ സുഭാഷിനെ എങ്ങനെ ചങ്ങലക്കിടാമെന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷക്കാലം പിന്നിടുന്നു. അങ്ങനെ ഒരു വർഷം പിന്നിട്ട് തൊട്ടടുത്ത കോൺഗ്രസിന്റെ സമ്മേളനം, മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടക്കുന്ന തൊട്ടടുത്ത കോൺഗ്രസിന്റെ സമ്മേളനം അടുക്കാറായപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു, ഒരു വർഷമാകുകയാണ്, സുഭാഷ് സ്ഥാനമൊഴിയണം, അടുത്ത ആളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് എനിക്ക് ഒരു വർഷം കൂടെ, ഒരു ടേം കൂടി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞു, ഒരു കാരണവശാലും നടക്കില്ല, കോൺഗ്രസിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, സുഭാഷ് രാജിവെച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, എങ്കിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ, ജനാധിപത്യം ഉണ്ടല്ലോ. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് മത്സരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിനെതിരെ ഗാന്ധിജിയുടെ ഏറ്റവും അരിമ ശിഷ്യന്മാരിൽ ഒരാളായ പട്ടാഭി സീതാരാമയ്യ എന്ന അന്നത്തെ വളരെ പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽ ഒരാളായ പട്ടാഭി സീതാരാമയ്യെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു.
കോൺഗ്രസിന്റെ അന്നത്തെ അതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവും പട്ടേലും അടക്കമുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം പട്ടാഭി സീതാരാമയ്യയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങി സുഭാഷ് ചന്ദ്രബോസിനെതിരെ. അങ്ങനെ ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ പ്രചരണം കൊടുത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് പോലും സുഭാഷ് ചന്ദ്രബോസ് ആ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ത്രിപുരയിൽ നടന്ന കോൺഗ്രസിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസിൽ അതുവരെ ഉണ്ടായിരുന്ന ഗാന്ധിയൻ പ്രഭാവത്തിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്, വലതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ടായിരുന്ന മുൻകൈയ്ക്ക് തിരിച്ചടി ഏൽപ്പിച്ചുകൊണ്ട് സുഭാഷിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ചേരി കോൺഗ്രസിനുള്ളിൽ ശക്തമായി വളർന്നു വന്നതിന്റെ സൂചനയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി എന്നൊരു പ്രസ്താവന നടത്തി. പട്ടാഭി സീതാരാമയ്യയുടെ പരാജയം എന്റെ പരാജയമാണ്, പട്ടാഭിയുടെ പരാജയം എന്റെ പരാജയമാണ്. എങ്കിലും ഞാൻ സുഭാഷിനെ അഭിനന്ദിക്കുന്നു. കാരണം സുഭാഷ് ഈ രാജ്യത്തിന്റെ ശത്രുവൊന്നുമല്ലല്ലോ. ആ വാക്കിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ മുന എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഈ രാജ്യത്തിന്റെ ശത്രുവൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഗാന്ധിജി പറയുകയാണ്, നിങ്ങൾ എനിക്ക് അത്രമാത്രം ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് ജയിപ്പിച്ചത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സുഭാഷ് തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ യോഗം ചേർന്നിട്ട് അവരൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയം ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന് പറയുന്ന അന്നത്തെ ഒരു നേതാവാണ് അവതരിപ്പിച്ചത്. ആ പ്രമേയത്തിൽ പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് ആര് തന്നെ ആയാലും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ തീരുമാനിക്കുന്നത് മഹാത്മാഗാന്ധിയോട് കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കണം. അന്ന് വരെ കോൺഗ്രസിൽ അങ്ങനെ രീതിയില്ല. ആരാണോ പ്രസിഡന്റ്, ആ പ്രസിഡന്റാണ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ തീരുമാനിക്കുക. പന്ത് പ്രമേയത്തിൽ പറയുന്നത്, ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പ്രമേയം പറയുന്നത്, തെരഞ്ഞെടുക്കപ്പെടുന്ന ആര് തന്നെയായാലും ഗാന്ധിയോട് കൂടി ആലോചിച്ചിട്ട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ തീരുമാനിക്കാവും. അങ്ങനെ തീരുമാനിച്ചു. പ്രമേയം വന്നു. ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ രൂപീകരിക്കും. പക്ഷേ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഗാന്ധിജിയോട് സുഭാഷ് ചന്ദ്രബോസ് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്, ബാപ്പു, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ അങ്ങേക്ക് നിർദ്ദേശിക്കാനുള്ളവരുടെ പേര് നിർദ്ദേശിക്കുക. ഗാന്ധിജി വാർത്തയിലാണ്. അദ്ദേഹത്തിന് ടെലിഗ്രാം ചെയ്യുന്നു, ടെലിഫോൺ ചെയ്യുന്നു. ഗാന്ധിജി പ്രതികരിക്കുന്നില്ല, നിസ്സഹകരിക്കുകയാണ്. പല വിധത്തിൽ ഇന്നത്തെ പോലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനം വളരെ കുറവുള്ള കാലഘട്ടമാണ്. പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സുഭാഷ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പേര് നിർദ്ദേശിക്കാൻ ഗാന്ധി തയ്യാറാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്, സുഭാഷിന്റെ നേതൃത്വത്തിൽ ഒരു വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നതിനോട് ഗാന്ധി പൂർണ്ണമായും നിസ്സഹകരിച്ചു. അന്ന് ഒരു പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രകാരനാണ്, ഒരു മൈക്കിൾ കൂട്ടിയൊരു പേരാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. അദ്ദേഹം അന്ന് ഒരു വലിയ ഒരു പ്രസ്താവന നടത്തി. നിസ്സഹകരണത്തിന്റെ ആചാര്യനായ മഹാത്മാഗാന്ധി ഇന്ന് അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെതിരെയാണ് നിസ്സഹകരണത്തിന്റെ ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിനെതിരെ അദ്ദേഹം നിസ്സഹകരണത്തിന്റെ ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കുക, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും നീചമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വലിയ ജനാധിപത്യം പറയുന്ന ഈ പ്രസ്ഥാനം, ഞാൻ കോൺഗ്രസിന്റെ ജനാധിപത്യ പ്രബുദ്ധതയെക്കുറിച്ച്, പാരമ്പര്യത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, പക്ഷേ ഇത് ചരിത്രമാണ്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചു. അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ഒരു പ്രസ്താവന നടത്തി, സുഭാഷ് ചന്ദ്രബോസ് ഒരാളാണ് ഇത്തരം ഒരു പ്രതിസന്ധി കോൺഗ്രസിൽ സൃഷ്ടിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് ഒരാളാണ് കോൺഗ്രസിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ, സുഭാഷ് ചന്ദ്രബോസ് മത്സരിക്കുകയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പറ്റാത്തത്. കോൺഗ്രസിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് മൂലമാണ് എന്ന് പറയാം. ചുരുക്കത്തിൽ സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കാൻ നിർബന്ധിതരായി. അതിനിടയിൽ മറ്റൊരു പ്രമേയം വന്നു. മഹാത്മാഗാന്ധിയോട് കൂടിയാലോചിക്കാതെ പ്രവിശ്യകളിൽ സമരം സംഘടിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കൽക്കട്ടയിലെ വെല്ലിംഗ്ടൺ സ്ക്വയറിൽ വിളിച്ചുകൂട്ടിയ AICCയുടെ സമ്മേളന സ്ഥലത്ത് വെച്ച് ആയിരക്കണക്കിന് വരുന്ന ജനക്കൂട്ടം ആ വെല്ലിംഗ്ടൺ സ്ക്വയറിൽ തടിച്ചുകൂടി. സുഭാഷ് ചന്ദ്രബോസിന് അനുകൂലമായി ഗാന്ധിജിക്കും നെഹ്റുവിനും എതിരായി ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ ജനക്കൂട്ടത്തിന്റെ വലിയ മുദ്രാവാക്യം വിളികൾക്കിടയിൽ സുഭാഷ് ചന്ദ്രബോസ് വലിയൊരു പ്രഖ്യാപനം നടത്തുന്നു, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട്. ആ രാജിപ്രഖ്യാപനത്തിന് ശേഷം പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട V. രാജേന്ദ്ര പ്രസാദ് എന്ന കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റിനെ സ്വന്തം വസതിയിലേക്ക് ഒരു സന്ദർശനത്തിനായി ക്ഷണിക്കുക കൂടി ചെയ്തുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയും നെഹ്റുവും അടക്കമുള്ള പുതിയ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ ആൾക്കൂട്ടത്തിനിടയിലൂടെ നയിച്ചുകൊണ്ട് കാറിൽ കയറ്റി യാത്രയാക്കുന്നത് കണ്ട് നിറകണ്ണുകളോടെ ഇന്ത്യയുടെ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ
പറഞ്ഞു, സുഭാഷ് അങ്ങാണ് രാഷ്ട്രനായകൻ, അങ്ങാണ് രാഷ്ട്രനായകൻ. അക്ഷോഭ്യനായി പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു യഥാർത്ഥ രാഷ്ട്രനായകനെ നിരക്കുന്ന വിധത്തിലുള്ള അത്രയും വലിയ ധീരതയോടെ അചഞ്ചലമായ മനോഭാവത്തോടുകൂടി അദ്ദേഹം ആ സാഹചര്യത്തെ അഭിമുഖീകരിച്ചു. പക്ഷെ ബംഗാൾ സുഭാഷിന്റെ മണ്ണാണ്, സുഭാഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ജനതയാണ്. ബംഗാളിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ സുഭാഷിന് ആരുടെയും ആനുകൂല്യത്തിന്റെയും അനുവാദത്തിന്റെയും ആവശ്യമില്ല. ബംഗാളിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ സുഭാഷ് തീരുമാനിച്ചപ്പോഴാണ് പുതിയ പ്രമേയം കോൺഗ്രസിൽ വരുന്നത്. പ്രവിശ്യകളിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ ഗാന്ധിജിയുടെ അനുവാദം വേണം. സുഭാഷിന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തത്തക്ക വിധത്തിലുള്ള പുതിയ പരിപാടികൾ, പുതിയ നയങ്ങൾ കോൺഗ്രസിനുള്ളിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശം പരിഗണിക്കാതെ ബംഗാൾ പ്രവിശ്യയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ സുഭാഷ് ചന്ദ്രബോസ് തീരുമാനിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ കോൺഗ്രസിലെ അംഗത്വം റദ്ദു ചെയ്തു കോൺഗ്രസ്. അങ്ങനെ ഫലത്തിൽ കോൺഗ്രസ് അംഗമല്ലാതായി. അപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നത്. ഇങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് അറിയുമോ? ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതിനെ കുറിച്ചാണ്. അതിനുവേണ്ടിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഈ പോരാട്ടം മുഴുവൻ നടത്തിയത് കോൺഗ്രസിനുള്ളിൽ. അല്ലാതെ വേറെ ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യം മുൻനിർത്തിക്കൊണ്ടല്ല, ഏതെങ്കിലും സംഘടിത താല്പര്യം മുൻനിർത്തിക്കൊണ്ടല്ല. ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാതെ പോരാടാനുള്ള തന്റെ അവകാശത്തിന് വേണ്ടി കോൺഗ്രസിനുള്ളിൽ ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ഫലത്തിൽ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. ആ ഫോർവേഡ് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയെമ്പാടും ആയിരക്കണക്കിന് യോഗങ്ങൾ സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് യോഗങ്ങൾ. മദ്രാസിലെ മെറീന ബീച്ചിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അഭിസംബോധനം ചെയ്തു. വലിയ ചരിത്രമാണിത്. ലക്ഷക്കണക്കിന് ആ കാലഘട്ടത്തിൽ, ആ ഒരു വർഷക്കാലം കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്ത് ഇന്ത്യയിൽ പ്രക്ഷോഭ രംഗത്തേക്ക് നോക്കുക. ഫോർവേഡ് ബ്ലോക്കിൽ വലിയ വൻനിര നേതാക്കന്മാരുണ്ടായിരുന്നില്ല. കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരെല്ലാം സുഭാഷ് ചന്ദ്രബോസിനോടൊപ്പം ആയിരുന്നില്ല. ഫോർവേഡ് ബ്ലോക്കിൽ വലിയ സീനിയർ നേതാക്കന്മാർ അധികം പേരുണ്ടായിരുന്നില്ല. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസിന്റെ സെക്കൻഡ് റാങ്കിൽ വരുന്ന അധികം ആളുകൾ ഇല്ലാതിരുന്നതുകൊണ്ടും ഫോർവേഡ് ബ്ലോക്ക് ആ നിലയിൽ വലിയൊരു ഓർഗനൈസ്ഡ് ഫോഴ്സായി അക്കാലം കൊണ്ട് മാറിയിരുന്നില്ല എന്നതുകൊണ്ടും അത് വലിയ നിലയിൽ അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനായില്ല. എന്ന് മാത്രമല്ല, അന്ന് ഒരു പുതിയ പ്രതിഭാസമുണ്ടായി. ഞാൻ ഈ പറയുന്ന ചരിത്രത്തിനിടയ്ക്ക് മറ്റു ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 1939 മാർച്ച് മാസത്തിൽ ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ത്രിപുരി കോൺഗ്രസിൽ സുഭാഷ് ചന്ദ്രബോസ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, 6 മാസത്തിനുള്ളിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. മാർച്ച് മാസത്തിൽ 39 മാർച്ച് മാസത്തിൽ പറയുകയാണ്, 6 മാസത്തിനുള്ളിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ ഒരു ലോകയുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടൻ ആ യുദ്ധത്തിന്റെ ഭാഗമാകാതിരിക്കാൻ പറ്റില്ല ബ്രിട്ടന്. അങ്ങനെ ബ്രിട്ടൻ ഒരു ലോകയുദ്ധത്തിന്റെ ഭാഗമായി മാറുമ്പോ ബ്രിട്ടന്റെ സൈനിക ശക്തി മുഴുവൻ ആ യുദ്ധത്തിൽ കേന്ദ്രീകരിക്കപ്പെടും. ഇന്ത്യയിൽ ബ്രിട്ടന്റെ സൈനിക വിന്യാസം വളരെ ദുർബലമായിരിക്കും. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കുള്ളിൽ സമരം ശക്തിപ്പെടുത്തണം. ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ ഏറ്റവും തന്ത്രപരമായ നീക്കമാണ് അദ്ദേഹം പറയുന്നത്. ബ്രിട്ടൻ യുദ്ധത്തിൽ പങ്കാളിയാകും, യുദ്ധം വരാൻ പോവുകയാണ്. സുഭാഷ് പ്രവചിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ മാസം, നിങ്ങൾ കണക്കൂട്ടി നോക്കൂ. മാർച്ച് മാസത്തിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രവചിക്കുന്നു, സെപ്റ്റംബർ മാസം 1-ാം തീയതി പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് രണ്ടാം ലോകമഹായുദ്ധം തുടക്കം കുറിക്കുന്നു. സെപ്റ്റംബർ മാസം 3-ാം തീയതി ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്നു. സെപ്റ്റംബർ മാസം 3-ാം തീയതി സുഭാഷ് ചന്ദ്രബോസ് പറയും, ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് സമരം ശക്തിപ്പെടുത്തണം. അപ്പോ ഗാന്ധി എന്താ പറയുന്നത്? ഗാന്ധി പറയും, ബ്രിട്ടന്റെ നാശത്തിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മൾ ആഗ്രഹിക്കില്ല. ബ്രിട്ടൻ ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആ പ്രതിസന്ധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒന്നും ആഗ്രഹിക്കില്ല. ബാക്കി എല്ലാവരും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പലതും നേടുന്നതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ബ്രിട്ടന് നാശം വന്നുകൊണ്ട് നമ്മളൊരു മോചനം ആഗ്രഹിക്കില്ല. അത് നമ്മുടെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റുവും തത്തുല്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ട യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സമരം ശക്തിപ്പെടുത്തേണ്ട സമയമാണ്. കോൺഗ്രസിന്റെ ഈ തണുത്ത സമീപനത്തിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഇത് സുഭാഷ് ചന്ദ്രബോസിന് അറിയാം. അതുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെമ്പാടും ഒരു സമരം സംഘടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹം അന്വേഷിച്ചത്. പക്ഷേ കോൺഗ്രസ് ആ സമയത്ത് മുന്നോട്ട് ചലിക്കാനാവാത്ത പ്രതിസന്ധിയിലായി. കല്ലുകൊണ്ട പാമ്പിനെ പോലെ എന്ന് പറയില്ലേ, ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. ഈ സമയത്ത് വളരെ രസകരമായ വേറൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാര് ഇന്ത്യൻ നേതാക്കന്മാരോട് ആലോചിക്കാതെ, ഇന്ത്യയിലെ പ്രവിശ്യ ഗവൺമെന്റിന്റെ നേതാക്കന്മാരോടും ആലോചിക്കാതെ ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും.
ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ 3 ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുന്നു ബ്രിട്ടൻ പ്രഖ്യാപിക്കും. അപ്പൊ ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട്. 1935 വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 15 പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന പ്രവിശ്യ ഗവൺമെന്റുകളുണ്ട്. ആ ഗവൺമെന്റുകളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് വൻഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ആ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളിലെല്ലാം തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വൻഭൂരിപക്ഷത്തിൽ കോൺഗ്രസുകാർ തെരഞ്ഞെടുക്കപ്പെട്ടത് മുസ്ലിം ലീഗിനെയും ഹിന്ദു മഹാസഭയെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് ഓർത്തിരിക്കണം. ഹിന്ദു മഹാസഭയെയും മുസ്ലിം ലീഗിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസുകാർ പ്രവിശ്യ ഗവൺമെന്റുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പൊ കോൺഗ്രസിനോട് ആലോചിക്കാതെ ഇന്ത്യയെ യുദ്ധത്തിൽ പങ്കാളിയാക്കിയിരിക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവിശ്യകളിലെ ഭരണാധികാര സ്ഥാനത്തു നിന്നും ഗവൺമെന്റുകളിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം രാജിവെച്ചു. അങ്ങനെ കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പ്രവിശ്യകളിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയപ്പോ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആണല്ലോ സാക്ഷാൽ വി ഡി സവർക്കർ. 1937 മുതൽ വി ഡി സവർക്കർ അന്ന് വൈസ്രോയിയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, കോൺഗ്രസുകാരെല്ലാം രാജിവെച്ച് പോയിരിക്കുകയാണല്ലോ, ഞങ്ങളെ ഗവൺമെന്റ് രൂപീകരിക്കാൻ അനുവദിക്കും. ഈ പ്രവിശ്യകളിലൊക്കെ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഞങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ ബ്രിട്ടനെ ഞങ്ങൾ പിന്തുണയ്ക്കാം. അങ്ങനെ ബ്രിട്ടനെ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന് ആരാണ് ബ്രിട്ടനെ എന്ന് ഉറപ്പ് കൊടുത്തത്? ഹിന്ദു മഹാസഭ. ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മഹാസഭയാണ് പിന്നീട് ജനസംഘമായി മാറിയത്. ആ ജനസംഘമാണ് ഇന്നത്തെ BJP. ഈ വളർച്ചകളെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ BJP കുറച്ചു കാലം മുമ്പ് ജനസംഘമായിരുന്നു, ഭാരതീയ ജനസംഘം. ആ ജനസംഘം 1951 മുമ്പ് ഹിന്ദു മഹാസഭയായിരുന്നു. 1915 മുതൽ ഹിന്ദു മഹാസഭ. ഈ ഹിന്ദു മഹാസഭ നേതാവ് വി ഡി സവർക്കർ ചെന്നിട്ട് വൈസ്രോയി ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ ബ്രിട്ടീഷുകാരെ നിങ്ങളെ പിന്തുണയ്ക്കാം, കോൺഗ്രസ്സുകാർ പുറത്തു പോയിരിക്കുകയാണല്ലോ, രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണല്ലോ, ഞങ്ങളെ അതിന് അനുവദിക്കും. എന്നിട്ട് എന്താണ് ചെയ്തത്? മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കി. ഏതൊക്കെ സ്ഥലങ്ങളിൽ? ബംഗാൾ പ്രവിശ്യയിൽ, സിന്ധു പ്രവിശ്യയിൽ, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് പറയും. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ. ഈ 3 പ്രവിശ്യകളിൽ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നണി ഉണ്ടാക്കി, മന്ത്രിസഭ ഉണ്ടാക്കി. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയായി ഭരണം നടത്തി. ഏത് മുസ്ലിം ലീഗുമായിട്ടാണ് ഹിന്ദു മഹാസഭ കൂട്ടുകെട്ടുണ്ടാക്കിയത്? ഇതേ ഹിന്ദു മഹാസഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ വാദം ഉന്നയിച്ച മുസ്ലിം ലീഗ്. 1939 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം ഉന്നയിച്ചത്. അപ്പൊ 1939 മുതൽ പാകിസ്ഥാൻ വാദം ഉന്നയിച്ചിട്ടുള്ള മുസ്ലിം ലീഗുമായി മന്ത്രിസഭയിൽ സഖ്യമുണ്ടാക്കി ഭരണത്തിലിരുന്ന് ബ്രിട്ടീഷുകാരെ പിന്തുണച്ച ഹിന്ദു മഹാസഭക്കാരൻ. കോൺഗ്രസുകാര് സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിക്കുമ്പോൾ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് പോലീസിന്റെ തല്ലുകൊള്ളുമ്പോൾ, ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടൽ നടത്തുമ്പോൾ CPI അടക്കമുള്ളവർ, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഒരു ഘട്ടം വരെ CPI ഉണ്ടായിരുന്നു, അടക്കമുള്ളവർ ജയിൽവാസം അനുഷ്ഠിക്കുമ്പോൾ മുസ്ലിം ലീഗുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി ഭരണത്തിലിരുന്ന ആളുകളാണ് ഈ കൂട്ടം. അപ്പൊ ഈ ഒരു ചരിത്രവും ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം. ഇത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില ചരിത്രം കൂടെ മനസ്സിലാക്കാതെ നമ്മൾ പോയാൽ, ഇപ്പോ പഴയകാലത്ത് നമ്മൾ ഇതൊന്നും കാര്യമായി ചർച്ച ചെയ്യില്ല. കാരണം ഇവരൊന്നും ആ വിധത്തിൽ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാവേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഇവിടെ ആളുകളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും ആളുകളുടെ അർഹതയെക്കുറിച്ചും നമുക്കൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാന്യന്മാരാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് അവകാശം എന്താണ്? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും, മുസ്ലിം ലീഗിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മുസ്ലിങ്ങളെല്ലാവരും മുസ്ലിം ലീഗുകാരല്ലോ, ക്രിസ്ത്യാനികളെല്ലാം കേരള കോൺഗ്രസ്സുകാരല്ലോ എന്ന് പറയുന്നത് പോലെയുള്ളൂ. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നും ഈ രാജ്യത്തിന്റെ അവകാശികൾ ഞങ്ങളാണ് എന്ന് പറയുക. ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ RSS. ഇതാണ് സംഭവം. RSS BJP ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ അതിർത്തി ജീവിക്കാൻ ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയും. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ ആരാണ്? പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഒരു വിഭാഗമാണ്. ഇത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺസ്ട്രക്ഷനാണ്, നിർമ്മിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സംഗതിയില്ല. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ സുഭാഷ് ചന്ദ്രബോസ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിമനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഹിന്ദു മഹാസഭയുടെ രാഷ്ട്രീയത്തെ. ഇപ്പൊ വി ഡി സവർക്കർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ട് വിദേശത്ത് പോയി ജപ്പാനിൽ ചെന്ന് ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ ചെന്ന് സൈന്യമുണ്ടാക്കി ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്ത് വന്നതും ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്തതും ഒക്കെ ഞാൻ ഉപദേശിച്ചതിന് പ്രകാരമാണ്. അതായത് വി ഡി സവർക്കർ ഉപദേശിച്ചതിന് പ്രകാരമാണ്. സുഭാഷ് ബാബു, അങ്ങ് ഇവിടെ നിൽക്കാൻ പാടില്ല, അങ്ങ് ഇവിടെ നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങ് വിദേശത്ത് പോകണം,
അങ്ങ് വിദേശത്ത് ചെന്ന് ജർമ്മനിയിൽ ചെന്ന് അല്ലെങ്കിൽ ജപ്പാന്റെയൊക്കെ സഹായത്തോടു കൂടി സൈന്യം ഉണ്ടാക്കി യുദ്ധം ചെയ്യണം. എന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് ചെയ്താൽ പോരെ? പുള്ളി ആരെങ്കിലും തടയുന്നുണ്ടോ? ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ഇവിടെ നിന്ന് പോകാമെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്തല്ലോ. അത് ചെയ്യില്ല. സുഭാഷ് ബാബു പൊക്കോളം പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം അങ്ങ് എഴുതി വെച്ചിരിക്കുക. ഈ സുഭാഷ് ബാബു എന്താണ്, ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്താണ് ഹിന്ദു മഹാസഭയെ കുറിച്ച്, അതായത് ഈ സവർക്കറുടെ സംഘടനയെ കുറിച്ച് അന്ന് പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാനത് ഈ ദീർഘമായ ചില കൊട്ടേഷൻസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദു മഹാസഭയെ കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്കിന്റെ ഒരു എഡിറ്റോറിയൽ 1940 മെയ് മാസം 4-ാം തീയതി ഫോർവേഡ് ബ്ലോക്കിന്റെ എഡിറ്റോറിയലിൽ സുഭാഷ് ചന്ദ്രബോസ് എഴുതിയ ഒരു കാര്യമാണ് ഞാൻ വായിക്കുന്നത്. ഹിന്ദു മഹാസഭ ഭ്രാന്തമായ വർഗീയത ഇളക്കിവിടാൻ തുടങ്ങിക്കഴിഞ്ഞു. ദിവസം ചെല്ലും തോറും അത് ഹിന്ദുക്കളുടെ മനസ്സുകളെ ദുഷിപ്പിക്കുന്ന വിധത്തിൽ വർഗീയ വിഷം വമിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും മുമ്പന്നത്തെക്കാളും ഏറെ വർഗീയമായി കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും മുമ്പന്നത്തെക്കാളും ഏറെ വർഗീയമായിരിക്കുന്നു. മറ്റൊരിടത്ത് അദ്ദേഹം പറയാണ്, മിഡ്നാപൂർ ജില്ലയിലെ ധാർഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. അത് 1940-ലാണ്. അത് ആനന്ദ ബസാർ പത്രിക എന്ന് പറയുന്ന ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിൽ അന്ന് അച്ചടിച്ച് വന്നതാണ്. അത് 1940 മെയ് മാസം 14-ാം തീയതി അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ഹിന്ദു മഹാസഭ കയ്യിൽ ത്രിശൂലവുമേന്തിയ സന്യാസിമാരെയും സന്യാസിനികളെയും വോട്ട് തേടുവാൻ അയച്ചിരിക്കുന്നു. ഏതൊരു ഹിന്ദുവും കാവി വസ്ത്രധാരികളായ ത്രിശൂലധാരികൾക്ക് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കും. മതത്തെ മുതലെടുത്തുകൊണ്ടും മതത്തെ മലിനമാക്കിക്കൊണ്ടും ഹിന്ദു മഹാസഭ രാഷ്ട്രീയ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഹിന്ദുക്കൾ എല്ലാവരും ഇതിനെ അപലപിക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യദ്രോഹികളെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് തന്നെ നാട് കടത്തണം. ആരും അവർക്ക് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. ഈ രാജ്യദ്രോഹികളെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് തന്നെ നാട് കടത്തണമെന്നാണ് പറഞ്ഞത്. ആരും അവർക്ക് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സുഭാഷ് ചന്ദ്രബോസിനോട് ഇദ്ദേഹം ഉപദേശിച്ചത്രേ, അങ്ങ് വിദേശത്ത് പോയി ജപ്പാനുമായി ചേർന്ന് സൈന്യമുണ്ടാക്കി ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരണമെന്ന്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആരും സാക്ഷിയില്ലാത്തതുകൊണ്ട് ആർക്കും എന്തോ അവകാശവാദവും ഉന്നയിക്കാമല്ലോ. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു വിഷയമാണ്. ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ഒരു കറുത്ത ചരിത്രമാണ്. അധികമാരും ഈ ചരിത്രത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് പോയിട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. സുഹൃത്തുക്കളെ, നമ്മൾ അറിയണം, സുഭാഷ് ചന്ദ്രബോസ് ഈ നാടിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിനുള്ളിലായിരിക്കുന്ന സമയത്ത്, ജയിലിനുള്ളിൽ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്ന സമയത്ത്, മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കും, എന്നെ ജയിലിൽ നിന്ന് സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്ന് മരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ജയിലിനുള്ളിൽ നിരാഹാരം അനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് സ്വതന്ത്രമാക്കി വീട്ടുതടങ്കലിലാക്കും. അങ്ങനെ വീട്ടുതടങ്കലിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് അതിവിദഗ്ധമായി ബ്രിട്ടീഷ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇന്ത്യയിൽ നിന്നും പുറത്തു പോകും. അങ്ങനെ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലേക്ക്, കാബൂളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി അദ്ദേഹം ജർമ്മനിയിലെത്തും. അങ്ങനെ ജർമ്മനിയിൽ നിന്നും അദ്ദേഹം വർഷങ്ങളോ ഏതാനും വർഷക്കാലം ജർമ്മനിയിൽ ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ വെച്ച് ഇന്ത്യൻ ലീജിയൻ എന്ന് പറയുന്ന ഒരു സൈന്യം രൂപീകരിക്കും. അന്ന് 2ാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി ബ്രിട്ടനെതിരെ ജർമ്മനിയുമായി ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഇന്ത്യയെ മോചിപ്പിക്കാം എന്ന സങ്കല്പത്തിലാണ് അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യൻ ലീജിയൻ എന്ന് പറയുന്ന ഒരു സൈന്യം രൂപീകരിക്കുകയും ജർമ്മനിയുമായി ചേർന്നുകൊണ്ട് ആ കാലത്ത് പ്രവർത്തിക്കുകയും ഒടുവിൽ ഹിറ്റ്ലറുമായി ഒരുമിച്ച് ചേർന്ന് പോകുന്നതിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ജർമ്മനിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് ജപ്പാനിലേക്ക് 90 ദിവസം നീണ്ടുനിന്ന അതിസാഹസികമായ ഒരു അന്തർവാഹിനി യാത്രയിലൂടെ അദ്ദേഹം ജപ്പാനിലേക്ക് എത്തുകയും ജപ്പാനിലെത്തി സുമാത്രയിൽ അന്തർവാഹിനിയിൽ വന്ന് ഇറങ്ങി ഒടുവിൽ അവിടുന്ന് സൈനിക ക്യാമ്പിൽ എത്തുകയും അവിടുത്തെ പൂർവേഷ്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായ ഒരുപാട് ആളുകളെ പല പ്രദേശങ്ങളിൽ കണ്ട് ഒരുമിച്ച് വിളിച്ചു ചേർത്ത് റാഷ് ബിഹാരി ബോസിന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ രൂപീകരിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് INA എന്ന് പറയുന്ന ആ സൈന്യത്തിന് പുതുജീവൻ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു പ്രവാസി ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ട് 12-അംഗ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടൊരു മഹായുദ്ധത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയിലൂടെ ബർമയുടെ അല്ലെങ്കിൽ മണിപ്പൂരിന്റെ ആ പ്രദേശത്തൂടെ ഇംഫാലും കൊഹിമയും ഒക്കെ കീഴടക്കിക്കൊണ്ട് വനങ്ങളിലൂടെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളും കീഴടക്കി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പിടിച്ചെടുത്ത് ഇങ്ങനെ INA കടന്നു വരുന്ന ഒരു ചരിത്രമുണ്ട്.
അങ്ങനെ INA വരുന്ന ഒരു ഘട്ടത്തിൽ ജപ്പാൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയും നേതാജിയുടെ സൈന്യത്തിന് പിന്നണിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പിന്തുണ നഷ്ടപ്പെടുകയും സൈന്യത്തിന് മുന്നോട്ട് പോകാനാവാതെ വരികയും വലിയ കാലാവസ്ഥ മഴ വന്ന് വനത്തിലൂടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് INA പിന്നോക്കം പോകേണ്ടി വരികയും ചെയ്യുന്ന വളരെ പ്രതികൂലമായ നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ ഏതാനും ആഴ്ചകൾ കൂടിയെങ്കിലും ജപ്പാൻ പിടിച്ചു നിൽക്കുകയും INA ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ മണ്ണിനുള്ളിലേക്ക് നേതാജിയുടെ പാദസ്പർശം ഉണ്ടാകുകയും നേതാജി കടന്നു വരികയും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടുപോയ സുഭാഷ് ചന്ദ്രബോസ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഇന്ത്യക്കാരായ ജനങ്ങൾ അറിയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ തടകുടഞ്ഞെഴുന്നേക്കുന്ന ഇന്ത്യയിലെ പൗരന്മാർ ബ്രിട്ടനെതിരായി ആഞ്ഞടിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് ഇന്ത്യയുടെ ഒരു പുതിയ ചരിത്രത്തിനായിരിക്കും തുടക്കം കുറിക്കുക. അത്തരം ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ കുതിക്കേണ്ട ഒരു അവസരത്തിൽ നിർഭാഗ്യവശാൽ ആ അവസരം സൃഷ്ടിക്കപ്പെട്ടില്ല എന്നതായിരുന്നു ഒരു ദൗർഭാഗ്യകരമായ ചരിത്രം. എന്തു തന്നെയായാലും അത്തരമൊരു വലിയ മുന്നേറ്റത്തിന് സുഭാഷ് ചന്ദ്രബോസിനെ പോലൊരാൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഹിന്ദു മഹാസഭക്കാരനും മുസ്ലിം ലീഗുകാരനും ചേർന്നുകൊണ്ട് ബംഗാളിലും സിന്ധിലും നോർത്ത് വെസ്റ്റേൺ പ്രവിശ്യയിലും ഒക്കെ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നാക്കി അവന്റെ നേതൃത്വത്തിലുള്ള പ്രവിശ്യ ഗവൺമെന്റുകളിൽ അംഗമായിരുന്നുകൊണ്ട് മന്ത്രിമാരായിരുന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഏർപ്പെടുന്ന കോൺഗ്രസുകാരെ അടിച്ചമർത്തുകയും കോൺഗ്രസ് പോലും ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള സായുധമായ പോരാട്ടമാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടത്തിയത്. കോൺഗ്രസ്സുകാർ പോലും അതിനു മുമ്പ് അതുവരെ അഹിംസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോഴേക്കും അഹിംസയ്ക്ക് അവസാനിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം അഹിംസയുടെ ചരിത്രമല്ല. അത്രയും ഉജ്ജ്വലമായ ഒരു പ്രക്ഷോഭം സുഭാഷിന്റെ നേതൃത്വത്തിൽ നടന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലും അന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഉജ്ജ്വലമായ പ്രക്ഷോഭം നടക്കുമ്പോൾ 75,000-ഓളം വരുന്ന ഇന്ത്യൻ പൗരന്മാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിനുള്ളിലായി. അനേകം ആളുകൾ വെടിയേറ്റ് മരിച്ചു. ബ്രിട്ടീഷുകാരനെ വെടിയേറ്റ് മരിച്ചു. വെടിയുണ്ടകൾക്കിരയായി. ഇന്ത്യയുടെ വിവിധ പ്രവിശ്യകളിൽ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് വിമോചന മേഖലകൾ സൃഷ്ടിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അന്ന് വരെ ഇല്ലാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ ഒരു പുതിയ സമരത്തിന്റെ അധ്യായം ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുമായി ചേർന്നുകൊണ്ട് പ്രവിശ്യ ഭരണത്തിൽ പങ്കാളികളായി അധികാരത്തിന്റെ മധുരം നുണയുകയും സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്തണമെന്ന് നോക്കുക. 1951 രൂപീകരിക്കപ്പെട്ട ജനസംഘത്തിന്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിലെ പ്രവിശ്യ ഗവൺമെന്റിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം അന്നത്തെ ബംഗാളിലെ ഗവർണറായിരുന്ന ആൾക്ക് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്. ഫസൽ ഉൽ ഹക്ക് എന്ന് പറയുന്ന ആളാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നത്. അദ്ദേഹം അവിടുത്തെ പ്രവിശ്യ ഗവർണർക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്നത് ഈ രാജ്യത്തെ ഇന്ന് സമരം അനാവശ്യമായാണ്. ഇന്ന് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന പേരിൽ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തെ അടിച്ചമർത്തി പൗരന്മാരുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതിനുവേണ്ടി എല്ലാ പിന്തുണയും ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കത്തെഴുതി ആര്? ശ്യാമപ്രസാദ് മുഖർജി. ആ ശ്യാമപ്രസാദ് മുഖർജിയാണ് ജനസംഘത്തിന്റെ സ്ഥാപകനായി പിന്നീട് മാറിയത്. ആ ജനസംഘമാണ് പിന്നീട് BJP ആയി മാറിയത്. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേര് വെച്ചിട്ടാണ് ശ്യാമപ്രസാദ് എന്ന് നമ്മുടെ O രാജഗോപാലിന്റെ മകന് പേരിട്ടിരിക്കുന്നത്. BJP നേതാവ് O രാജഗോപാലിന്റെ മകന് ശ്യാമപ്രസാദ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരാണ്. അത്രയേറെ വൈകാരികമായാണ് ഇവർ ഈ ശ്യാമപ്രസാദ് എന്ന പേരിനെ കാണുന്നത്. എന്തായാലും ഞാൻ അത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഇവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നോക്കുക. ഈ തരത്തിൽ നേതാജി അടക്കം കോൺഗ്രസ് അടക്കം കമ്മ്യൂണിസ്റ്റ് CPI അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ സമരത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സവർക്കറും ഗോൾവൽക്കറും ഇവിടുത്തെ ഹിന്ദു ചെറുപ്പക്കാരോട് പറഞ്ഞെന്താ? നിങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ചേരണം. ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ചേർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് പിന്തുണ കൊടുക്കണം. കാരണം അദ്ദേഹത്തെ ജയിലിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാപ്പപേക്ഷ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്റെ അനുയായികളായിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റുവാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കും, എന്നെ സ്വതന്ത്രമാക്കണമെന്ന് പറയുന്നുണ്ട്. ആ മാപ്പപേക്ഷയിൽ 1913-14 കൊടുക്കുന്ന മാപ്പപേക്ഷയിൽ പറയുന്ന കാര്യമാണ്. അപ്പോ ആ വാഗ്ദാനത്തിന്റെ അത് പാലിക്കുന്നതിന്റെ ഭാഗമായി ചെയ്തതായിരിക്കാം ഒരു പക്ഷേ. പറയുകയാണ് നമ്മളെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ചേർന്ന്. എന്നിട്ട് നാട്ടുകാരോട് ഒരു ന്യായം പറയുന്നുണ്ട്. അതാണ് രസം. നമ്മളൊക്കെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് നല്ല ഈ സൈനിക പരിശീലനം നേടണം. അങ്ങനെ നല്ല സൈനിക പരിശീലനം നേടി കായിക ശേഷിയുള്ള ആളുകളായി മാറി പുറത്തു വന്നാൽ നമുക്ക് ബ്രിട്ടനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാം. എങ്ങനെയുണ്ട് ന്യായം? നമ്മളിങ്ങനെ ബ്രിട്ടന്റെ സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ പഠിച്ച് പുറത്തു വന്നിട്ട് നമുക്ക് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യാം. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഇപ്പൊ റഷ്യയിൽ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? റഷ്യൻ സൈന്യത്തിൽ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക യുദ്ധം ചെയ്യാൻ വേണ്ടി. ഈ നാട്ടിലെ ചെറുപ്പക്കാർ പണിയില്ലാതെ യുദ്ധത്തിന് വേണ്ടി അങ്ങോട്ട് വിട്ടോണ്ടിരിക്കുക.
എല്ലാ കാലത്തും ഇമാതിരി കുറച്ച് ന്യായങ്ങളുണ്ട് ഈ കൂട്ടർക്ക്. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഇരുട്ട് വീണുകൊണ്ടിരിക്കുന്നു. എന്തായാലും ശരി, വഞ്ചനയുടെ ചരിത്രമാണ് ഈ കൂട്ടരുടെ. ആ വഞ്ചനയുടെ തുടർച്ചയാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു സന്ദർഭത്തിൽ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസിനുള്ളിൽ നടന്ന ഈ ആന്തരിക സംഘർഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വർഗസമരമാണ്. വർഗസമരമാണ്. കൃത്യം ഈ വാക്ക്, ക്ലാസ് സ്ട്രഗിൾ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ ഗാന്ധിയൻ പക്ഷവും സുഭാഷ് പക്ഷവും തമ്മിൽ നടന്നിട്ടുള്ള ഈ ആന്തരികമായ കോൺഗ്രസിനുള്ളിലെ സംഘർഷം, മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലുള്ള ഒരു സംഘർഷം, താല്പര്യങ്ങളുടെ സംഘർഷമാണ് അതിനുള്ളിൽ നടന്നിട്ടുള്ളത്. സ്വാഭാവികമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ടാറ്റായും ബിർളയും മുതൽ ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾ വരെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് അണിനിരക്കുന്നതായിരുന്നു ദേശീയ പ്രസ്ഥാനം. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയാൽ ആരായിരിക്കും അധികാരത്തിൽ വരിക? ആരായിരിക്കും സ്വാതന്ത്ര്യത്തിന്റെ നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്? ഈ ഒരു ചോദ്യമുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയാൽ ആരായിരിക്കും സ്വാതന്ത്ര്യം നേടുക? അത് തൊഴിലാളികളായിരിക്കും, മുതലാളിമാർക്കോ? തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു ഭരണം ഉണ്ടാകുമോ? അതോ മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കുമോ? നമ്മൾ കണ്ടതില്ലേ, മുതലാളിമാർക്ക് അനുകൂലമായ ഭരണമാണ് ഉണ്ടായത് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തെയുണ്ട്. അതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഒരാൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃനിരയിലേക്ക് വന്നാൽ, നേതൃത്വത്തിൽ, അതായത് 1938-39 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗാന്ധിയൻ പ്രഭാവത്തെ പിന്തള്ളിക്കൊണ്ട് ഒരു ഇടതുപക്ഷ വിഭാഗത്തെ പ്രബല ശക്തിയാക്കി മാറ്റിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പ്രമുഖ നേതാവായി കോൺഗ്രസിനുള്ളിലെ മാറുകയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വൻതോതിൽ സ്വീകാര്യത ഉണ്ടാകുന്നു കോൺഗ്രസിനുള്ളിൽ. ദീർഘകാലം കോൺഗ്രസിന്റെ ആ നിലയിലുള്ള നേതൃത്വം കൈകാര്യം ചെയ്യാൻ സുഭാഷിന് അവസരം ലഭിച്ചാൽ സുഭാഷിനെ ആ നിലയിലുള്ള ആധികാരിക സ്ഥാനത്തു നിന്നും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സുഭാഷിനെ ഉപജാപത്തിലൂടെ പുറത്താക്കാനുള്ള തീരുമാനമുണ്ടായത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സുഭാഷിനെ ആ നിലയിൽ ഞാൻ മുമ്പ് ഇവിടെ വിശദീകരിച്ച ഒരു ഇരുണ്ട ചരിത്രം, കോൺഗ്രസിന്റെ ചരിത്രം ഉണ്ടാവുന്നത്, പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ മുതലാളി വർഗത്തിന്റെ, ഇന്ത്യയിലെ മുതലാളി വർഗത്തിന്റെ, ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും പുറത്താക്കി ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ രാജ്യത്തെ, ഈ കമ്പോളത്തെ കൈക്കലാക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നിന്നിരുന്ന ഇന്ത്യൻ മുതലാളി വർഗത്തിന്റെ താല്പര്യമാണ് സുഭാഷ് ചന്ദ്രബോസിനെ പോലൊരാളെ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് വഞ്ചനാപരമായി പുറത്താക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. സുഭാഷ് ചന്ദ്രബോസിനെ പോലൊരാൾ ഇന്ത്യൻ ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം സോഷ്യലിസ്റ്റ് ചിന്താഗതി ഒരാളായി, തൊഴിലാളി വർഗത്തിന് അനുകൂലമായി, മർദ്ദിത ജനതയ്ക്ക് അനുകൂലമായി, ഒപ്പം തന്നെ വനിതകൾ, സ്ത്രീകൾക്ക്, ഒരു സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായ ജനസമൂഹങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചിരുന്ന ആളാണ്. ആ വിധത്തിലുള്ള ആശയങ്ങൾ പേർന്ന ഒരു ഏറ്റവും ആധുനികമായ ആദർശങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു നേതൃത്വത്തെ വെച്ചു പുലർത്താൻ ആവാത്ത വിധത്തിൽ പിന്തിരിപ്പനായ നേതൃത്വമായിരുന്നു കോൺഗ്രസിന് അക്കാലത്തുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിലെ ഈ മൂലധന ശക്തികളുടെ സ്വാധീനവും മാത്രമല്ല ശക്തമായിരുന്നു. ഈ വർഗ സമരമാണ് സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. ഈ സമരത്തിൽ പൂർവേഷ്യയിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം, ഒടുവിൽ അദ്ദേഹം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, തൈവാനിലെ കൈഹോക്ക് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ആ ചെറിയ വിമാനത്തിൽ എഞ്ചിൻ തകർന്ന് വീണ് മരിച്ചു എന്നാണ് ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ടുള്ള ചരിത്രം. അദ്ദേഹത്തിന്റെ മരണം, നേതാജിയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നേതാജി മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മരണമില്ലാത്ത ഒരു ഇമേജാണ് സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഇതിഹാസ തുല്യനായ ഒരു നായകൻ, എന്നും നമ്മുടെ നാടിന്റെ വിമോചനത്തിന്റെ, നമ്മുടെ പ്രതീക്ഷയുടെ ഒരു പ്രതീകമായി സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു നേതൃത്വത്തെ, അങ്ങനെ ഒരു ആദർശത്തെ, അങ്ങനെ ഒരു ആദർശ പുരുഷനെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും, സ്വാതന്ത്ര്യ സമരകാലത്ത് മാത്രമല്ല അതിനുശേഷവും നമ്മുടെ ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം ലഭിക്കാത്തത്. ഇന്ന് AIDYOയും AIDSOയും അതുപോലെ തന്നെ AIMSSും SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നണി വിഭാഗങ്ങളായ ഈ സംഘടനകളൊക്കെ തന്നെ ദേശീയ തലത്തിൽ അങ്ങേയറ്റം ആദരവോടുകൂടി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആചരിച്ചുകൊണ്ട് വിപുലമായ ആചരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ ജനമനസ്സുകളിൽ സ്ഥാപിച്ചെടുക്കുവാൻ, കൂടുതൽ ജനമനസ്സുകളിലേക്ക് അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ നേതാജി വിഭാവനം ചെയ്ത ഒരു ഭാരതം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനമാണ് എന്നതുകൊണ്ട് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് ഉപോത്ബലകമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളാണ്
പാർട്ടിയുടെ മുന്നണി വിഭാഗങ്ങൾ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടനകൾ എന്നതിനാൽ ഈ പ്രക്ഷോഭങ്ങളെ പിന്തുണയ്ക്കുവാൻ, തിരിച്ചറിയുവാൻ ഏവരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും കടക്കാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ശ്രമിച്ച ഏവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നിർണായക രാഷ്ട്രം.